അതുപോലെ തന്നെ നെയ്യത്ത് കൊണ്ട് വ്യത്യസ്തമായ പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു പ്രവൃത്തിയാണ് സ്വന്തം കുടുംബത്തിനും കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം, നെയ്യത്തില്ലാത്തത് കൊണ്ട് അധികം മനുഷ്യരും പാഴാക്കുന്ന ഒരു പ്രവൃത്തിയാണ് കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുക എന്നുള്ളത്. എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്. അതിൽ നെയ്യത്തുള്ള ആളുകൾക്ക് അവൻ്റെ ഓരോ നിമിഷവും പ്രതിഫലം അവൻ ലഭിച്ചുകൊണ്ടിരിക്കും. രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം മടങ്ങുന്നത് വരെ അവൻ ഇബാദത്തിനാണ്. നെയ്യത്തുണ്ടെങ്കിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. നമുക്കറിയാം, അള്ളാഹു ഫർളാക്കിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് സുന്നത്തിനേക്കാൾ പ്രതിഫലം, അല്ലേ? അറിയപ്പെട്ട ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുൽ വലി, ഔലിയാക്കളെ കുറിച്ചുള്ള ഹദീസ്. ആ ഹദീസ് ഇൻഷാ അല്ലാഹ് ഈ കിതാബിൽ വരാനുണ്ട്. അതിലെന്താണ് പറഞ്ഞത്? മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഇഫ്തറദ്തുഹു അലൈഹി. അടിമകൾ എന്നോട് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളിൽ, എല്ലാ പ്രവൃത്തികളും കൂട്ടിവെച്ചാൽ മനുഷ്യന്മാർ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന എന്തൊക്കെ പ്രവൃത്തികളുണ്ട്, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? മിമ്മ ഇഫ്തറദ്തുഹു അലയ്യ, ഞാൻ ഫർളാക്കിയതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള ഒന്നുമില്ല. അതുകൊണ്ടാണ് അത് ഫർളാക്കിയത്. ഈ കാര്യം നിർബന്ധമായി നിങ്ങൾ ചെയ്യണം എന്ന് അള്ളാഹു പറയാൻ കാരണം അത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുക എന്നുള്ളത് എന്താണ്? ഫർളാണ്. അപ്പോൾ ഇത്രയും വലിയ സ്ഥാനമുള്ള ഒരു പ്രവൃത്തിയാണത്. ആ നിയ്യത്ത് ഒരാൾക്ക് മനസ്സിലുണ്ടെങ്കിൽ അവനത് കിട്ടും, ഒരു ഫർള് ചെയ്യുന്ന പ്രതിഫലം. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അവൻ്റെ അധ്വാനം, ആ അധ്വാനം അവന് പ്രതിഫലാർഹമാണെന്ന് മാത്രമല്ല, ഒരു സുന്നത്തിന്റെ പ്രതിഫലമല്ല, ഒരു ഫർളിന്റെ പ്രതിഫലമാണ് അവൻ നേടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഫർളിന്റെ പ്രതിഫലം വേറെ, സുന്നത്തിന്റെ പ്രതിഫലം വേറെയാണ്. അത് അവന് കിട്ടിക്കൊണ്ടിരിക്കും. മറ്റൊരാൾ നിയ്യത്തില്ലാതെയാണ് അധ്വാനിക്കുന്നതെങ്കിലോ അവൻ്റെ അധ്വാനം പാഴാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവൻ കുറ്റം ഒഴിഞ്ഞു കിട്ടുമെന്ന് മാത്രം, കുറ്റക്കാരനാവുകയില്ല എന്ന് മാത്രം. വലിയ നഷ്ടമാണ് വരുത്തുന്നത് അധികം ആളുകളും ഈ വിഷയത്തിൽ നിന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും.